ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മൂലം രാജ്യത്തെ സാധാരണ ജനങ്ങൾ വലയുകയാണ് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. സെപ്റ്റംബറിലും ഒക്ടോബറിലും വിലക്കയറ്റ തോത് ക്രമാതീതമായി ഉയർന്നു. ഇത് ആളുകളുടെ വാങ്ങൽ ശേഷി കുറച്ചു. വിലക്കയറ്റ തോത് നിയന്ത്രിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില മാർക്കറ്റിൽ ക്രമാതീതമായി ഉയരുകയായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വില ലഭിക്കുന്നുമില്ല. ഭൂരിപക്ഷം കർഷകരും ഇന്നും പട്ടിണിയിൽ തന്നെയാണ്. രാജ്യത്ത് ധാരാളം കർഷക ആത്മഹത്യ നടക്കുന്നുമുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും ഇപ്പോഴും കർഷക സമരം അരങ്ങേറുന്നുമുണ്ട്. എന്നാൽ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ BJP ഗവൺമെന്റിനോ താല്പര്യമില്ല എന്നും അവർ വർഗീയ അജണ്ടകൾ മുൻനിർത്തി ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയാണ്. മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ BJPക്ക് എതിരായി വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ് എന്നും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും BJP വക്താവ് പറയുന്നുമുണ്ട്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.